അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹജ്ജിനും ഉംറയ്ക്കും പോകാനുള്ള സാമ്പത്തികമായ ശാരീരികമായ സൗകര്യമുണ്ടായിട്ടും ഒരാൾ അതിനെ പിന്തിച്ച് നാളെയാകട്ടെ പിന്നെയാകട്ടെ മകൻ പണമയക്കട്ടെ സ്വരൂപിക്കട്ടെ റിട്ടയർഡ് ആകട്ടെ ഇങ്ങനെ തിരക്കുകൾ മാറട്ടെ ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി അവസാനം ഹജ്ജും ഉംറയും ചെയ്യാതെ മതാഫിലൊന്ന് കാലുകുത്താതെ മസ്അയിലൊന്ന് കാലുകുത്താതെ അറഫാ സംഗമത്തിലൊന്ന് നിൽക്കാൻ ഭാഗ്യം കിട്ടാതെ ആരുടെയെങ്കിലും റൂഹിനെ പിടിച്ചു കൊണ്ടുപോയാൽ അസ്രായീൽ അവന്റെ അടുക്കലേക്ക് വന്നാൽ അവളുടെ അടുക്കലേക്ക് വന്നാൽ യഹൂദി നസറാനിയായി ചത്തുപോകട്ടെ എന്ന് മുഹമ്മദുൽ മുസ്തഫ ഇഖ്ലാസോടെ പരിശുദ്ധമായ ഹറമിൽ മൗത്തിന് മുമ്പ് തൊട്ടടുത്ത സമയത്ത് തന്നെ ഹജ്ജിനെത്തണമെന്ന ആഗ്രഹമുള്ളവർ, ഉത്കടമായ ആഗ്രഹമുള്ളവർ, നെഞ്ചകത്തിൽ അല്പം പടച്ചവനെ പിടപ്പെടപ്പോടുകൂടി പേടിയുള്ളവർ, ഹൃദയാന്തര ഭാഗത്ത് വിശുദ്ധമായ ഹറമിലെത്തണമെന്ന് ആഗ്രഹമുള്ളവർ, അറഫാ സംഗമത്തിൽ മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് പുഞ്ചിരി തൂകി സന്തോഷിച്ച് അല്ലാഹു അവരോടും ഫഖ്റടിക്കുന്ന സമയം ഏതെങ്കിലും അവരോടൊപ്പം അലിഞ്ഞു ചേർന്ന് ഞാനും അതിലൊരു അംഗമാകണമെന്ന് ആഗ്രഹിക്കുന്ന, മുസ്ദലിഫയിലും മിനയിലും രാപാക്കണമെന്ന് ആഗ്രഹമുള്ള, മതാഫിലും മസ്അയിലും എത്തണമെന്ന് ആഗ്രഹമുള്ള, സർവോപരി നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പായ മനസ്സിന്റെ മാണിക്യ കൊട്ടാരം ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സർക്കാരെ ദോ ആലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ ചാരത്ത് ഹജ്ജിന് പോകുമ്പോൾ സിയാറത്തിലെത്തണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹൃദയം നൊന്തുകൊണ്ട് ആമീൻ പറഞ്ഞോളൂ. ഇജാബത്തിന്റെ സമയമാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ കുടുംബവുമായി എത്രയും പെട്ടെന്ന് പരിശുദ്ധമായ മണ്ണിലെത്തിക്കാതെ നീ റൂഹിനെ കൊണ്ടുപോകല്ലേ അല്ലാഹ്, നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഖേദത്തിന്റെ അവസരം വരുത്തല്ല തമ്പുരാനെ, കൈകടിക്കുന്ന അവസരം വരുത്തല്ല തമ്പുരാനെ. പ്രാർത്ഥന കൊണ്ട് നേടിയവരാണ് മുഴുവൻ മുഅ്മിനീങ്ങളും. എത്ര കോടീശ്വരന്മാരുണ്ട് ഈ പരിസരത്തുണ്ട്, എത്ര കോടീശ്വരന്മാരുണ്ട് ഇന്ന് വരെ ഹറമിലെത്താൻ തൗഫീഖ് കിട്ടിയിട്ടില്ല. എന്നാലോ എത്ര പാവപ്പെട്ടവരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പലരും അവിടെ എത്തിയിട്ടുണ്ട്. ആരോഗ്യമുള്ള എത്ര ആളുകൾ ഇവിടെയുണ്ട്, പരിസരത്തുണ്ട്, ശബ്ദം ശ്രവിക്കുന്നുണ്ട്. പലരും ആ ഭാഗം ചിന്തിച്ചിട്ടില്ല. എന്നാൽ സ്ട്രക്ചറിലും അതുപോലെ ആളുകൾ എടുത്തുകൊണ്ടുപോയും അതുപോലെ വീൽ ചെയറിലും ഒക്കെ മതാഫിലുരുളുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളവരുമുണ്ട്. തൗഫീഖാണ് പ്രധാനം. അടിസ്ഥാനപരമായി ആത്മാർത്ഥമായി ആമീൻ പറഞ്ഞോളൂ. അല്ലാഹുവേ പടച്ചവനെ പ്രഹസനമായി നീ തള്ളിക്കളയല്ല നാഥാ. ഇന്നത്തെ ഈ ദിവസത്തിൽ ആമീന്റെ ബറക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് ആ പുണ്യമണ്ണിൽ നീ എത്തിക്കണേ തമ്പുരാനെ, ആ പുണ്യമണ്ണിൽ എത്തിക്കണേ തമ്പുരാനെ. അതിനുള്ള ഈമാനും ഊർജവും അധ്വാനവും ലക്ഷ്യവും നീ നൽകണേ തമ്പുരാനെ. എത്രയും പെട്ടെന്ന് ആ മണ്ണിലെത്തിക്കണേ അല്ലാഹ്. ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം നീ തൗഫീഖ് നൽകണേ.